ചിലതെല്ലാം റിലേഷൻഷിപ്പിനും അപ്പുറം ശീലങ്ങളായി മാറുന്നുണ്ട്. പതിവായി വിശേഷം പങ്കുവെച്ചവർ അപ്രതീക്ഷിതമായി സംഭാഷണം നിർത്തുമ്പോൾ എങ്ങനെയാ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിർത്താൻ പറ്റുക? നമ്മൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? ആ സമയത്ത് നമ്മൾ വിചാരിക്കും, അയ്യോ ഈ ബന്ധത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ആ ഒരു ടോക്സിക് പാറ്റേൺ ആണ് എന്ന് വെച്ചോളൂ, അതിൽ തന്നെ വീണ്ടും തുടർന്ന് പോരണം എന്നുള്ളതിന്റെ ഒരു താക്കീതോ ഒന്നുമല്ല. നേരെ മറിച്ച് ചിലതെല്ലാം ബന്ധങ്ങൾക്കപ്പുറം ശീലങ്ങളായി മാറുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാബിറ്റിനെയാണ്. അത് സാധിക്കുന്ന കാര്യം തന്നെയാണ്. പലരും ഈ ഒരു തോന്നല് വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ട്രിഗർ വരുന്നു, അതേ കാര്യം ചെയ്യാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കുന്നു. പതിവായിട്ട് വിശേഷം പറഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് വന്ന് ഫോൺ എടുത്ത് നമ്മൾ തിരിച്ചു വിളിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഫോൺ എടുത്ത് അവരെ ഓർക്കുമ്പോൾ ഒരു മിസ് യു ഇടാനോ ഒക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ പതിവാണ്, നമ്മുടെ ശീലത്തിന്റെ ഭാഗമാണ്. കുറെ അധികം കാര്യം നമ്മൾ ഒരേ സമയത്ത് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ ഫിറ്റിനാകാൻ. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശീലമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒരു ശീലത്തെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളൊരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ആ ശീലത്തെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ടോക്സിക് ആയ ഒരു ബന്ധത്തിൽ അത്തരം പാറ്റേണുകളിൽ വീണ്ടും വീണ്ടും ചെന്ന് നമ്മൾ നിലം പതിച്ച് വീടില്ല. അതൊന്ന് ഓർത്തു വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടോക്സിക് പാറ്റേണുകളിൽ നിന്ന് എക്സിറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പോസിബിൾ ആണ്. ഞാൻ എന്റെ ശീലത്തെ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന രീതിയിലൊന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ മതി. You deserve a positive life. Let's transfer to you.